അപ്പോൾ നോക്കുക, നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറയുന്നത് എയും ബിയും പാരലൽ ആണെങ്കിൽ അല്ലേ, ഇഫ് എ പാരലൽ ടു ബി ആണെങ്കിൽ, എയും ബിയും പാരലൽ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ എയും ബിയും പാരലൽ ആണെങ്കിൽ 1ഉം 5ഉം ആംഗിൾ 1ഉം 5ഉം ഏത് പ്രോപ്പർട്ടിയാണെന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ 1ഉം 5ഉം ഏതായിരിക്കും? ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഏതായിരിക്കും? സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ഏതാണെന്ന് നമ്മൾ പറയണം. ഈ തന്നിരിക്കുന്നതിൽ 1ഉം 5ഉം ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അല്ലേ, ഇവിടെ 1ഉം 5ഉം ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇതെന്തായിരിക്കും? ഇതെന്തായിരിക്കും? എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? ഇത് എന്തായിരിക്കും നമ്മൾ പറയേണ്ടത്? എന്തായിരിക്കും? 1ഉം 5ഉം എന്തായിരിക്കും? ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നറും വരുമ്പോൾ അതെന്താ പറഞ്ഞത് നമ്മൾ? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ്. അതെന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ അതെന്ത് അല്ലേ, ഒരു ഔട്ടറും ഒരു ഇന്നറും ഈക്വൽ ആവുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 ദെൻ എ പാരലൽ ടു ബി. 4ഉം 6ഉം ഈക്വൽ ആണെങ്കിൽ, 4ഉം 6ഉം ഈക്വൽ ആണെങ്കിൽ മനസ്സിലാക്കണം, ഈ 4ഉം 6ഉം ഈക്വൽ ആണെങ്കിൽ 4ഉം 6 എങ്ങനെ ഈക്വൽ ആവുക? എങ്ങനെയാണ് ഈ 4ഉം 6 ഈക്വൽ ആവുക? ഇത് 4 ഇത് 6. 4ഉം 6 ഈക്വൽ ആണെങ്കിൽ രണ്ട് പാരലൽ ലൈൻ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പം ഈ ഭാഗം നിങ്ങൾ നോക്കണ്ട, അത് കൺസിഡർ ചെയ്യേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ തരുന്നതാണ്, അത് വേണ്ട. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് മാത്രം മതി? എ ബി എന്ന് പറയുന്ന ഈ പാരലൽ ലൈനിനെ ഈ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇതാണ് നമ്മളോട് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പ്രോപ്പർട്ടി? ഇവിടെ 4ഉം 6ഉം ഈക്വൽ ആണ്. 4ഉം 6ഉം ഈക്വൽ ആണ്. ഈ 4 ഈസ് ഈക്വൽ ടു 6, 4ഉം 6 ഈക്വൽ ആണ്. ഇനിയോ അങ്ങനെയാണെങ്കിൽ ദെൻ എ പാരലൽ ടു ബി, എയും ബിയും പാരലൽ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? ഏത് പ്രോപ്പർട്ടി പ്രകാരമാണ് നമ്മൾ പറയുന്നത്? അപ്പോൾ 4ഉം 6 ഇവിടെ എന്താണ്? ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയാം. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് ഇവിടെ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി. മനസ്സിലായോ? ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അടുത്തത്, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അല്ലേ, നമ്മളോട് പ്രോപ്പർട്ടിയാണ് കേട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി നിങ്ങൾ അതുപോലെ എഴുതണം. ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് നല്ല നമ്മൾ എഴുതേണ്ടത്. ഇതിന് നമ്മളൊരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. എന്താണ് ഈ എന്താ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, ഒരു ബോക്സിൽ ഉണ്ടാവും. ഇഫ് 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സ് ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ. അതാണ് നമ്മുടെ പ്രോപ്പർട്ടി. മനസ്സിലായോ? ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് മനസ്സിലായി. ആ പ്രോപ്പർട്ടി ഒന്നും ഞാൻ അങ്ങോട്ട് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ കറക്റ്റ് പഠിക്കണം. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പ്രോപ്പർട്ടി പോലെ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പം ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ടാണ് എന്തായത്, ഇവിടെ 1ഉം 5ഉം ഈക്വൽ ആയത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താ നമ്മൾ എഴുതേണ്ടത്? ഇഫ് 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ അല്ലേ, ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ. അതാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. പ്രോപ്പർട്ടി നിങ്ങൾ അതുപോലെ എഴുതണേ. ഇനി അടുത്ത ഇവിടെ ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ എന്നല്ല എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ഇഫ് 2 പാരലൽസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ പെയർ ഓഫ് ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അത് നിങ്ങൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ബോക്സിലുള്ളത് പോലെ തന്നെ നിങ്ങൾ എഴുതണം. അടുത്തത് നമ്മൾ എന്ത് എഴുതണം? അടുത്ത് നോക്കുക, ഈ 4 + 5 = 180 ഡിഗ്രി. ഈ 4ഉം ഈ 5 ഇതാ, ഈ 4ഉം ഈ 5ഉം 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. എന്താ ഇത് 4ഉം 5ഉം എങ്ങനെയാണ് 180 ഡിഗ്രി ആവുന്നത്? ഇത് സപ്ലിമെൻ്ററി ആണ് അല്ലേ. എന്തുകൊണ്ടാണ് സപ്ലിമെൻ്ററി ആയത്? ഇത് സപ്ലിമെൻ്ററി ആവാൻ കാരണം എന്താ? ഇത് ഇൻറ്റീരിയർ ആംഗിൾ ആണ് അല്ലേ. ഇൻറ്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? അത് സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി, അപ്പോൾ ദെൻ എ പാരലൽ ടു ബി, അതുകൊണ്ട് എയും ബിയും ഇവിടെ പാരലലായി. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ്? ഇഫ് 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ ദെൻ ഈച്ച് പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെൻ്ററി. മനസ്സിലായോ? എന്താണ്? 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ ദെൻ ഈച്ച് പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആർ എന്താണ്? സപ്ലിമെൻ്ററി. അപ്പോൾ ആ പ്രോപ്പർട്ടി നിങ്ങൾ ഇവിടേക്ക് എഴുതണം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നെയിം ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? അപ്പം ഞാനിവിടെ എന്താ റീസൺ എഴുതുന്നത്? ഇൻറ്റീരിയർ ആംഗിൾ എന്നാണ് കേട്ടോ. ഇൻറ്റീരിയർ ആംഗിൾ ആയതുകൊണ്ടാണ് എന്താണ് ഇവിടെ സപ്ലിമെൻ്ററി ആയത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ആ ബോക്സിലുള്ള പോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം. കാരണം ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ആ പ്രോപ്പർട്ടി ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലും നമുക്ക് ഇതേപോലെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എയും ബിയും ആണ് പാരലൽ വരുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ആവും നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അല്ല എളുപ്പമാണ്. ഇതാ ഇവിടെ നമുക്ക് രണ്ട് എയും ബിയും എ പാരലൽ ടു ബി ആണ്. എ പാരലൽ ടു ബി, എ പാരലൽ ടു ബി. ഈ തന്നിരിക്കുന്നതിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ദ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ പഠിച്ച വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ്? ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്? പറയൂ, ഏതൊക്കെയാ? ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും അല്ലേ? അപ്പോൾ 4ഉം 8ഉം ഇത് കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ 4 ആൻഡ് ആംഗിൾ 8. അടുത്തത് 3ഉം 7ഉം. അപ്പോൾ ആംഗിൾ 3 ആൻഡ് ആംഗിൾ 7. അടുത്തത് ഇതേപോലെ റൈറ്റ് സൈഡിൽ 1ഉം 5ഉം അല്ലേ? ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. അടുത്തത് ആംഗിൾ 2 ആൻഡ് ആംഗിൾ 6. ഇതാണ് എന്ത്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എല്ലാ കറസ്പോണ്ടിങ് ആംഗിൾസും എഴുതി. ഇനി ദ പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇനി ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വേറെ വേറെ ഉണ്ട്. ഏതൊക്കെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്? 2ഉം 8ഉം ഇൻറ്റീരിയർ ആണ്. 3ഉം 5ഉം ഇൻറ്റീരിയർ ആണ്. എക്സ്റ്റീരിയർ ഏതാ? 1ഉം 7ഉം 4ഉം 6ഉം. അതാണ് എക്സ്റ്റീരിയർ വരുന്നത്. അപ്പോൾ ആദ്യം ഇൻറ്റീരിയർ നമ്മൾ എഴുതുകയാണ്. ഏതൊക്കെയാണ്? 2 ആൻഡ് ആംഗിൾ 2 ആൻഡ് ആംഗിൾ 8. പിന്നെ അടുത്തത് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5. ഇതാണ് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇനി ഓൾട്ടർനേറ്റീവ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് എക്സ്റ്റീരിയർ ആംഗിൾസ്? സോറി, എക്സ്റ്റീരിയർ ആംഗിൾസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാനിവിടെ പറഞ്ഞു പോയതാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ എക്സ്റ്റീരിയർ വരിക? 4ഉം 6ഉം 1ഉം 7ഉം. നമ്മളോട് പറയുന്നത് മാത്രം ഇവിടെ എഴുതി വെച്ചാൽ മതി. അടുത്ത പറയുന്നത് ദ പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ അല്ലേ? സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഏതൊക്കെയാണ്? സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് കേട്ടോ. പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് സെയിം സൈഡിൽ വരുന്ന ഏതൊക്കെയാണ്? 2, 5. ഇൻറ്റീരിയർ നമ്മൾ പഠിച്ചല്ലോ. Interior angles on the same side of transversal അല്ലേ? ഏതൊക്കെയാണ് വരിക? സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ 2ഉം 5ഉം അതുപോലെ തന്നെ 3ഉം 8ഉം. ഏതൊക്കെയാണ്? ആംഗിൾ 2 ആൻഡ് ആംഗിൾ 5. അടുത്തത് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 8. അതും നമ്മൾ എഴുതും. ഓക്കെ. ഇനി അടുത്തത് ദ വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? ഏതാ ഇവിടെ വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? എന്താ? ഇത് ക്രോസ് ഇട്ട പോലെ നമ്മൾ പറഞ്ഞല്ലേ? ഇതൊക്കെ എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ എഴുതണം. വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഏതൊക്കെയാണ് വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? ഏതൊക്കെയാണ് വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? 2ഉം 4ഉം 1ഉം 3ഉം അല്ലേ? അപ്പം ആംഗിൾ 2 ആൻഡ് ആംഗിൾ 4, ആംഗിൾ 1 ആൻഡ് ആംഗിൾ 3. ഇനി താഴ്ഭാഗത്ത് ഏതൊക്കെയുള്ളത്? ആംഗിൾ 8 ആൻഡ് ആംഗിൾ 6. അടുത്തത് ആംഗിൾ 5 ആൻഡ് ആംഗിൾ 7. ഇതാണ് എന്ത്? വേർട്ടിക്കലി ഓപ്പോസിറ്റ്. ഇങ്ങനെ ക്രോസ് ഇട്ട പോലെ കണ്ടോ? ഇതൊക്കെ എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ വന്നിരിക്കുന്നത്? പിയും ക്യൂവും പാരലൽ ആണ് കേട്ടോ. പറയുന്നുണ്ട് ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ പി പാരലൽ ടു ക്യൂ അല്ലേ? പി പാരലൽ ടു ക്യൂ. പിയും ക്യൂവും പാരലൽ ആണ്. ഫൈൻഡ് ദ അൺനോൺ ആംഗിൾസ്. നമുക്ക് തരാത്ത ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ തരാത്ത ആംഗിൾസ് ഏതൊക്കെയാണ് നമുക്ക് തരാത്തതാ? ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഈസിയാണ് അല്ലേ? ഇത് 125 ആണെങ്കിൽ ഇതും എന്താണ്? വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് 125 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 125 ഡിഗ്രി ആയിരിക്കും. റീസൺ എന്താണ്? ഇത് വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ കേട്ടോ. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് 120 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഇത് 120 ആണെങ്കിൽ നമുക്ക് ബാക്കി ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാം? അല്ല, ഇത് 120 ആണെങ്കിൽ ആംഗിൾ ഡി കണ്ടുപിടിച്ചൂടെ? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു
ഇതും ഇതും എന്താണ്, ഒരു ഔട്ടറും ഒരു ഇന്നറും വരുന്നത് എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾ ആണ് കേട്ടോ. അപ്പോൾ ആംഗിൾ ഡി ഈസിക്കൽ ടു 125 ഡിഗ്രി. റീസൺ എന്താ എഴുതാം, കറസ്പോണ്ടിങ് ആംഗിൾ ആയതുകൊണ്ട് അതെന്താണ് 120. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇത് എത്ര കിട്ടി, 125 ഡിഗ്രി കിട്ടി. റീസൺ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അടുത്ത് നോക്കാം, ഇത് 125 ആണെങ്കിൽ ഇവിടെ 125 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കാം, ഇത് 125 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഈ എഫ്, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയും വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് 125 കിട്ടി, ഈ ആംഗിൾ 125 കിട്ടിയ, ഈ ആംഗിൾ 125 ആണെങ്കിൽ ഈ എ എത്രയായിരിക്കും, ആംഗിൾ എ എത്രയായിരിക്കും, ഇത് ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾ ആണ് അല്ലേ. എ ഈസിക്കൽ ടു 180 മൈനസ് 125. റീസൺ എന്താ എഴുതാം, ആദ്യം എഴുതാം, 180 125 മൈനസ് ചെയ്യാം. ഈസിക്കൽ ടു ആംഗിൾ എ 55 ഡിഗ്രി കിട്ടി. എങ്ങനെയാണ് ആംഗിൾ എ 55 ഡിഗ്രി കിട്ടിയത്, ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും ഇൻറ്റീരിയർ ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഇൻറ്റീരിയർ ആംഗിൾസ് ആർ എന്താണ്, സപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്, സപ്ലിമെൻ്ററി. ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, അത് നമ്മളവിടെ എഴുതി വെച്ചു. അപ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടി, എ എത്ര കിട്ടി, 55 ഡിഗ്രി കിട്ടി. എ 55 ഡിഗ്രി ആണെങ്കിൽ ഈ എഫ് എത്രയായിരിക്കും, ഇത് 55 ആണെങ്കിൽ എഫും ഈ എയും എന്താണ്, ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ആണ് അല്ലേ. അപ്പം ആംഗിൾ എഫ് ഈസിക്കൽ ടു 55 ഡിഗ്രി. റീസൺ എന്താ എഴുതാം, ഓൾട്ടർനേറ്റീവ്, എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ അത് 55 കിട്ടി. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം, ഇത് നമുക്ക് 55 കിട്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി അല്ലേ. ഇനിയിപ്പോൾ ഏതാ കണ്ടുപിടിക്കാനുള്ളത്, ബിയും സിയും അതുപോലെ തന്നെ ഇവിടെ ഇയും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എഫ് 55 ആണെങ്കിൽ ഇ എത്രയായിരിക്കും, 55 കറസ്പോണ്ടിങ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം, ആംഗിൾ ഇ ഈസിക്കൽ ടു 55 ഡിഗ്രി. അതെന്താ ഇത് 55, എഫ് 55 ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതട്ടോ, എഫ് ഈസിക്കൽ ടു 55 ഡിഗ്രി. therefore ആംഗിൾ ഇ ഈസിക്കൽ ടു 55 ഡിഗ്രി. കാരണം എന്താ, ഇത് വേർട്ടിക്കലി അല്ല, നമ്മൾ പഠിച്ച എല്ലാതും ഇവിടെ അപ്ലൈ ചെയ്തു അല്ലേ. വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ടാണ് ഇവിടെ എഫ് 55 വന്നപ്പോൾ ഈ 55 വന്നത്. ഓക്കെ, അതും കഴിഞ്ഞു. അപ്പോൾ ഇതും നമുക്ക് 55 കിട്ടി. ഒരു ആംഗിൾ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ മുഴുവൻ കണ്ടുപിടിക്കുകയാണേ. ഇനി ഏതാ ഉള്ളത്, ബിയും സിയും എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് 125 ഡിഗ്രി ആണെങ്കിൽ ബി എത്രയായിരിക്കും, ഇതും വേർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാം, ആംഗിൾ ഡി ഈസിക്കൽ ടു 125 ഡിഗ്രി. therefore ആംഗിൾ ബി ഈസിക്കൽ ടു 125 ഡിഗ്രി. റീസൺ എന്താ, ഇതും വേർട്ടിക്കലി ആണ് അല്ലേ, വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് 125, ഡി 125 ആയതുകൊണ്ട് ബി എന്തായി, 125 ആയി. കാരണം എന്താണ്, വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റൊരു ആംഗിൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാം, ബി 125 ആണെങ്കിൽ സി എത്രയായിരിക്കും, ഇഫ് ബി ഈസിക്കൽ ടു 125 ഡിഗ്രി. therefore ആംഗിൾ സി ഈസിക്കൽ ടു, ഇത് രണ്ടും എന്താണ്, ലീനിയർ പെയർ ആണ് അല്ലേ. ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. അപ്പം 180 മൈനസ് 125 ഈസിക്കൽ ടു 55 ഡിഗ്രി. റീസൺ എന്താ, ലീനിയർ പെയർ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ ഈ തന്നിരിക്കുന്ന എല്ലാ ആംഗിളുകളും നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫിഗർ പേപ്പറിൽ വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗർ എൽ പാരലൽ ടു എം. ഇവിടെ രണ്ടും എൽ പാരലൽ ടു എം ആണ്, ഇവിടെയും എൽ പാരലൽ ടു എം ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫിഗറിൽ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പോൾ ആദ്യം നോക്കാം, ഇവിടെ 110 തന്നിട്ടുണ്ട്, ഇവിടെയാണ് എക്സ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പം ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം, പല രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നോക്കുക, ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 110 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഇതും വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 110 ആണെങ്കിൽ ഇത് 110 കിട്ടി. ഇനി നോക്കുക, ഇത് രണ്ടും എന്താണ്, ഈ 110ഉം ഈ എക്സും ഇത് രണ്ടും എന്താ വരിക,
ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ ഭാഗത്ത് വരുന്ന ഇൻറ്റീരിയർ ആംഗിളാണ്. ഈ ഇൻറ്റീരിയർ ആംഗിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സപ്ലിമെൻ്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ഇത് സപ്ലിമെൻ്ററി ആണ്. സപ്ലിമെൻ്ററി ആണെങ്കിൽ ഇതിൻ്റെ സം എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഒരു ആംഗിൾ 110 ആണെങ്കിൽ മറ്റേ എത്രയായിരിക്കും? 180 മൈനസ് 110 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 70 ഡിഗ്രി. ഈ ആംഗിൾ എക്സ് എത്രയായിരിക്കും ഇവിടെ? എക്സ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഈ ആംഗിൾ നമുക്ക് 70 ഡിഗ്രി കിട്ടും. ഇനിയിപ്പോൾ ഇതല്ലാതെ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മെത്തേഡ് ഒന്ന്. ഇതല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 110 ആയിരിക്കും. എന്താ റീസൺ? ഇത് കറസ്പോണ്ടിങ് ആംഗിളാണ് അല്ലേ? ഒരു ഔട്ടറും ഒരു ഇന്നറും. ഇത് കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇത് 110 ആണെങ്കിൽ ഇതും എന്താണ്? ലിനിയർ പെയർ ആണ്. ലിനിയർ പെയർ ആണെങ്കിലും സം എത്രയാണ്? 180 ആണ്. അപ്പോൾ ഒന്ന് 110 ആണെങ്കിൽ ഒന്ന് 180 മൈനസ് 110 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. മനസ്സിലായോ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത നോക്കാം. അടുത്ത നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കണം. ഇതൊന്നും നോക്കാനില്ല അല്ലേ? ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതില്ല എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ തന്നാണ്. ഇതില്ല. ഈ എല്ലിനെയും എമ്മിനെയും എ എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 100 തന്നെയായിരിക്കും. എന്താ റീസൺ? ഇതും എന്താണ്? കറസ്പോണ്ടിങ്. ഒരു ഔട്ടറും ഒരു ഇന്നറുമാണ്. ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിളാണ്. അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. അപ്പോൾ അത് 100 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദ ഗിവൺ ഫിഗർ ദ ആംസ് ഓഫ് 2 ആംഗിൾസ് ആർ പാരലൽ. ആംസ് ഓഫ് 2 ആംഗിൾസ് ആർ പാരലൽ അല്ലേ? ഈ ആംഗിളിൻ്റെ ഈ രണ്ട് ആംസ് പാരലലാണ്. ഇതും എ ബിയും ഡി ഇയും പാരലലാണ്. അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. എ ബി അതുപോലെ ഡി ഇ ഇത് പാരലലാണ്. ഇത് രണ്ടും പാരലലാണ്. അതുപോലെ തന്നെ ബി സിയും ഇ എഫും പാരലലാണ്. ഏതൊക്കെയാണ്? ബി സിയും ഇ എഫും പാരലലാണ്. ഇത് രണ്ടും പാരലൽ. ഇതാണ് ആംസ് പാരലൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. എ ബി സി എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്? എ ബി സി എന്ന് പറയുമ്പോൾ ബി അല്ലേ? ബി 70 ഡിഗ്രിയാണ്. ബി 70 ഡിഗ്രി ആണെങ്കിൽ ദെൻ ഫൈൻഡ് ഡി ജി സി. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഏതാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഡി ജി സി എത്രയായിരിക്കും? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇതിങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇവിടെയാണ് ജി വരുന്നത്. ഇവിടെയാണ് ജി വരുന്നത്. ഡി ജി സി എത്രയായിരിക്കും? അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മനസ്സിലായി. ഇവിടെ ബി ഇതാണ് നമുക്ക് 70 ഡിഗ്രി കിട്ടുന്നത്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 70 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആംഗിൾ ഇവിടെ ഇത് ഇൻറ്റീരിയർ ആംഗിളാണ് അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 70 എന്ന് പറയുമ്പോൾ ഇവിടെ 110 ഡിഗ്രി ആയിരിക്കും. ഇത് 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 70 ആയിരിക്കും അല്ലേ? അങ്ങനെ പറയാം. അതല്ലെങ്കിൽ എന്ത് പറയാം? ഇത് കറസ്പോണ്ടിങ് ആംഗിളാണ്. അതുകൊണ്ട് ഇവിടെ 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. അടുത്ത നോക്കുക. ഡി ഇ എഫ്. ഏതാണ്? ഡി ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇതാ ഡി ഇത് ഫിഗർ മാറ്റി വരയ്ക്കുക കേട്ടോ. ഡി ഇ എഫ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതാ ഇങ്ങനെ ഉണ്ടാവും. ഡി ഇ എഫ് എത്രയായിരിക്കും? 70 കിട്ടി. ഇത് 70 ആയതുകൊണ്ട് ഇവിടെ ഇത് 70 കിട്ടി അല്ലേ? ഈ ആംഗിൾ 70. ഇവിടെ 70 ആയതുകൊണ്ട് ഈ ആംഗിൾ 70 ആണ്. ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക? ഇതും 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എന്ത് വരും? ഫിസിക്കൽ ടു 70 ഡിഗ്രി. മനസ്സിലായോ? അതാണ് വരുന്നത്. ഇനി ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ദ ഗിവൺ ഫിഗർ ബിലോ ഡിസൈഡ് വെദർ എൽ ഈസ് പാരലൽ ടു എം അല്ലേ? നമുക്കിവിടെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, പാരലൽ ലൈൻസ് പോലെ തന്നിട്ടുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പാരലൽ അല്ല എന്നൊക്കെ തോന്നാം. പക്ഷേ ആംഗിൾ വെച്ചിട്ട് നമ്മൾ എന്ത് പറയണം അല്ലേ? പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയണം? ഈ എല്ലും എമ്മും പാരലൽ ആണോ എന്ന് നമ്മൾ പറയണം. അപ്പോൾ അതെങ്ങനെയാണ് വരിക നോക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഇവിടെ 126 തന്നിട്ടുണ്ട്, ഇവിടെ 44 തന്നിട്ടുണ്ട്. ഈ രണ്ട് ഫിഗർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇത് എല്ല് പാരലൽ ആണോ എന്ന്? കാരണം ഇത് രണ്ടും എന്താണ് അല്ലേ? എല്ലും എമ്മും പാരലൽ ആണെങ്കിൽ ഇഫ് എൽ പാരലൽ ടു എം അല്ലേ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നോക്കുക, 126 പ്ലസ് 44. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. ഇൻറ്റീരിയർ ആംഗിൾ ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 170 ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് പറയാം? എൽ നോട്ട് പാരലൽ ടു എം അല്ലേ? എല്ലും എമ്മും എന്തല്ല? പാരലൽ അല്ല.
ഇനി അടുത്ത് നോക്കുക, ഇവിടെ 75 തന്നിട്ടുണ്ട്, ഇവിടെ 75 തന്നിട്ടുണ്ട്. ഇത് രണ്ടും പാരലൽ ആണോ നോക്കണം. ഇത് L ആണ്, ഇത് M ആണ്. ഇത് 75 ആണെങ്കിൽ, അല്ല ഇത് 75 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 75 ആയിരിക്കും അല്ലേ? ഇവിടെ 75 ആയിരിക്കും. ഇതും ഈക്വലായിട്ട് കിട്ടണം കേട്ടോ. ഇവിടെ 75 ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് 75 ആണ്, ഇത് 75 ആണെങ്കിൽ ഇത് 75 ആയിരിക്കുമോ? ഇത് രണ്ടും കൂടി കൂട്ടി 75 75 150 ആണ് ആയിരിക്കുമോ? അപ്പോൾ L നോട്ട് പാരലൽ ടു M. L M പാരലൽ അല്ല. ഇനി അടുത്ത് നോക്കാം. ഇവിടെ 57ഉം 123 അല്ലേ? ഇതെന്താണ്? ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആണോ? അല്ല. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാൻ പറ്റുക? ഇത് 123 ആണെങ്കിൽ ഇത് 123 ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ലീനിയർ പെയർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് 123 കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 123 ആയിരിക്കും, ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ആണ്. ഇത് 123 ആണെങ്കിൽ ഇത് രണ്ടും ലീനിയർ പെയർ ആണ്, കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. കിട്ടുമെന്ന് നോക്കാം. 123 + 57. ഓക്കെ, അപ്പോൾ ഇത് L പാരലൽ ടു M ആണ്. ഇത് കറക്റ്റ് ആണ് അല്ലേ? ഇവിടെ കറക്റ്റ് അല്ല, ഇവിടെയും കറക്റ്റ് അല്ല. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് 72 ആണ്, ഇവിടെ 98 ആണ് കേട്ടോ. അപ്പോൾ ഇത് 72 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 72 വരും, കാരണം ഇത് വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലേ? ഇവിടെ 72 ആണെങ്കിൽ ഇവിടെ 72 ആയിരിക്കും, വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഇനി ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇൻറ്റീരിയർ ആംഗിൾ ആണ്. ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് 180 കിട്ടണം. നോക്കുക, 98 72 ആഡ് ചെയ്ത് നോക്കുക. 170 കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻറ്റീരിയർ ആംഗിൾ ആവുമോ? സപ്ലിമെൻ്ററി ആവുമോ? ഇല്ല. അതുകൊണ്ട് L നോട്ട് പാരലൽ ടു M അല്ലേ? L M എന്തല്ല? പാരലൽ അല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം.